കലന്തിക 2026 കലാലയ ദിനാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. SNM ട്രെയിനിംഗ് കോളേജിന്റെ നേതൃത്വത്തിൽ കലന്തിക 2026 എന്ന പേരിൽ കലാലയ ദിനാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. മാതൃഭൂമി ചീഫ് സബ് എഡിറ്ററായ ജിജോ സിറിയക് കലാലയ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആ പരസ്പര ബന്ധത്തിന്റെ പോരായ്മയുണ്ടായാൽ ഒരുപക്ഷെ നമ്മൾ ഇന്ന് ആർജിച്ചിട്ടുള്ള, ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മൾ ആർജിച്ചിട്ടുള്ള ആ മാനവികതയും ഒരുപക്ഷെ ആ സയന്റിഫിക് ടെമ്പറും ആ കൾച്ചർ ഓഫ് സൈലൻസ് എഗൻസ്റ്റ് വയലൻസ് അതൊക്കെ അച്ചീവ് ചെയ്യുവാൻ നമുക്ക് എന്തുമാത്രം സാധിക്കും എന്നത് എന്നല്ല എല്ലാവരെയും ആശങ്കയിലായിട്ടുള്ള ഒരു സംഗതി. മഹാത്മാഗാന്ധി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ജോജി അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി. സെന്റ് ജോസഫ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഫോർ വിമൻ പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രൊഫസർ ഡോക്ടർ PJ ബെറ്റി മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോളേജ് വിദ്യാർത്ഥി യൂണിയൻ വൈസ് ചെയർപേഴ്സൺ B അപർണ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ KH നിതിൻ ദാസ് അധ്യക്ഷത വഹിച്ചു. ഹിന്ദുമത ധർമ്മ പരിഷ്കരണ സഭാ പ്രസിഡന്റ് KV അനന്തൻ മാസ്റ്റർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ PS സുസ്മിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിരമിക്കുന്ന പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ PS സുസ്മിത, അസോസിയേറ്റ് പ്രൊഫസർ KP സുധ, ഹെഡ് അക്കൗണ്ടന്റ് PR റോബർട്ട് എന്നിവർക്ക് സ്നേഹോപഹാരം അർപ്പിച്ചു. സെക്രട്ടറി KS ബാലസുബ്രഹ്മണ്യം, മാനേജർ D മധു, വൈസ് പ്രസിഡന്റ് PS ഷെറിൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഡോക്ടർ KP അനിൽകുമാർ, വകുപ്പ് അധ്യക്ഷൻ CK ശങ്കരൻ നായർ, സ്റ്റാഫ് സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ KS കൃഷ്ണകുമാർ, സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ KR സിജ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അവരുടെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ച് ഓർമ്മയുണ്ടാവും. ആ ജോലി കയറിയ കൊല്ലം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അത് ഇതുപോലത്തെ 1, 2, 3 ആൺകുട്ടികളൊന്നും അല്ല, കുറേ അധികം ആൺകുട്ടികൾ നിറഞ്ഞൊരു കലാലയമായിരുന്നു. 180 കുട്ടികളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടെ നിന്നിട്ടുള്ളത് അന്നത്തെ അധ്യാപകരായിട്ടുള്ള സറായിസാറും ബോസാറുമൊക്കെയാണ്. എൻ്റെ കൂടെ പഠിച്ച രേഖ ടീച്ചർ, അതേ ബാച്ചിൽ പഠിച്ച രേഖ ടീച്ചറിൻ്റെ മുന്നിൽ ഓടി വന്നിരുന്നിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഓരോരുത്തരുടെ സാന്നിധ്യം കാണുമ്പോൾ മനസ്സിൽ നിറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഈ കോളേജിൽ ഞാൻ കുറച്ച് ലീവ് എടുക്കാനാണ് വന്നത്. എൻ്റെ ഹസ്ബൻഡ് പുറത്തായിരുന്നു ജോലി ചെയ്തത്. ഏകദേശം 9 വർഷത്തോളം ഞാൻ ലീവ് എടുത്ത് പുറത്തു പോയി. 2009 ലീവ് തിരിച്ചു വന്ന് ഇപ്പോൾ ഇതുവരെയും വർക്ക് ചെയ്തു. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ VL അഞ്ജിത നന്ദി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും യാത്രയയപ്പ് സമ്മേളനവും ചടങ്ങിന് നിറം പകർന്നു. വാർത്തകളാണ് ഡെസ്കിൽ എൻ്റെ മുമ്പിൽ വരുന്നത്. 6-7 വയസ്സുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്തതിന്റെ നിരന്തരം വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വന്തം വീട്ടിൽ പോലും കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ലാത്ത അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം. അതേസമയം കോവിഡ് അനന്തര ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ